ഗംഗാ ആരതി ഋഷികേശ്, വാരണാസി, ഹരിദ്വാർ എന്നിവിടങ്ങളിൽ വളരെ സവിശേഷവും ആത്മീയവുമായുള്ള ഒരാചാരമാണ് ഗംഗാ ആരതി. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഋഷികേശിലെ ഗംഗാ ആരതിയാണ്. ഗംഗാ നദിയുടെ ഘാട്ടുകൾക്ക് സമീപം അഗ്നി, വിളക്ക്, ഗാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഭക്തിപൂർവ്വം ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. മാത്രമല്ല, ദിയ എന്ന ചെറിയ മൺവിളക്കുകൾ ഒരു ചെറിയ തീയും കുറച്ച് എണ്ണയും ഉപയോഗിച്ച് കത്തിച്ച് പുഷ്പങ്ങളോടൊപ്പം ഗംഗാ നദിയിലേക്ക് ഒഴുക്കുമ്പോൾ അത് പ്രകാശിക്കുന്നു. രാജ്യത്തെ തന്നെ പുണ്യനദിയായി കണക്കാക്കപ്പെടുന്ന ഗംഗാദേവിക്കുള്ള ഈ വഴിപാട് വളരെ പ്രാധാന്യത്തോടെയാണ് നടക്കുന്നത്. മാത്രമല്ല, നമ്മുടെ കലണ്ടർ വർഷത്തിൻ്റെ മധ്യത്തിൽ വരുന്ന ഗംഗാ ദസറയിൽ ഈ സമയത്ത് മാ ഗംഗ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് വിശ്വാസം. ഗംഗയും ഗംഗാ നദിയിൽ നടത്തുന്ന വഴിപാടും ഐതിഹ്യങ്ങൾ പോലെ തന്നെ പുരാതനമാണ്. നദി ഭൂമിയുമായി ബന്ധപ്പെടുന്ന പ്രത്യേക സ്ഥലം ഗംഗോത്രി എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗ എന്നറിയപ്പെടുന്നത് സ്വർഗത്തിൻ്റെ മകൾ എന്നാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് വിശ്വാസവും. ഭഗീരഥ രാജാവിൻ്റെ മുൻഗാമികളുടെ പാപങ്ങൾ കഴുകുന്നതിനായിട്ട് അവൾ നദിയായി മാറിയെന്നാണ് വിശ്വാസം. അവളുടെ അനുയായികളും ഭക്തരും നടത്തുന്ന നന്ദി പ്രകടനത്തിൻ്റെ ഒരു രൂപമായിട്ടാണ് ഗംഗാരതി കണക്കാക്കപ്പെടുന്നത്. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഗംഗാ നദിയോട് നന്ദി സമർപ്പിക്കുന്ന രൂപത്തിലാണ് ഗംഗാ ആരതി സമർപ്പിക്കുന്നത്. ഒരു വലിയ ദിയ അല്ലെങ്കിൽ ഒരു വലിയ വിളക്ക് കത്തിച്ച് സഹായത്തിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്ന രൂപത്തിലാണ് ഇത്. ഇന്ത്യയിലുള്ളവർ ഗംഗാ നദിയെ ഒരു നദിയായിട്ട് മാത്രമല്ല കണക്കാക്കുന്നത്, അതൊരു അമ്മയായിട്ട് കൂടിയാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ മാ ഗംഗ എന്നാണ് നദിയെ വിശേഷിപ്പിക്കുന്നതും. ഗംഗാ നദി ജലത്തിൻ്റെ ഉള്ളിൽ ജീവൻ നൽകുന്നു എന്ന ധാരണയും ഇവിടുത്തുകാർക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആണ്ടുബലിക്കായിട്ട് ഒരുപാട് പേര് ഗംഗാ നദിയിൽ പിണ്ടമർപ്പിക്കാനായിട്ട് എത്താറുണ്ട് കേട്ടോ. ഗംഗാ നദി ആത്മാക്കൾക്ക് മോചനം നൽകുന്നു എന്നും ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു നദി മാത്രമല്ല, അതൊരു മുഴുവൻ സംസ്കാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി സംസ്കാരങ്ങളെല്ലാം മാറ്റി നിർത്തിയാലും ഗംഗാ നദി കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഗംഗയുടെ ജലം വളരെ വിലപ്പെട്ടതാണ് ഇന്ത്യക്ക്. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ വസിച്ചിരുന്ന ദേവിയായിട്ടാണ് ഗംഗയെ കണക്കാക്കപ്പെടുന്നത്. ഋഷികേശിലെ പ്രധാനപ്പെട്ടത് പരമാർത്ഥ നികേതനിലുള്ള ഗംഗാ ആരതിയാണ്. ആശ്രമത്തിലെ ഘാട്ടിലാണ് ഈ ഒരു ആരതി അവർ ആരംഭിക്കുന്നത്. പരമാർത്ഥ നികേതനിൽ പണ്ഡിറ്റുകളല്ല കേട്ടോ ആരതി അർപ്പിക്കുന്നത്, അത് ആ നികേതനിൽ തന്നെ താമസിക്കുന്ന അന്തേവാസികളാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ശത്രുഘ്ൻ ഘട്ടിലെ ഗംഗാ ആരതിയാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു തിരികൊളുത്തിയാണ് കേട്ടോ ഇവരിത് ചടങ്ങുകൾ ആരംഭിക്കുക. ആരതി അവസാന ഘട്ടത്തിലാണ് ഉണ്ടാവുക. ആശ്രമത്തിൽ വിശുദ്ധനായ തലവൻ എല്ലാ സദസ്സുകളിലും ഉണ്ടാവുന്നുണ്ട്. ഋഷികേശിൽ ഏറ്റവും വലിയ ആരതിയും ആദ്യം തുടങ്ങുന്നതും പരമാർത്ഥ നികേതനിലുള്ള ആരതിയാണ്. അതിനുശേഷമാണ് ശത്രുഘ്ൻ ഘട്ടിലെ ആരതി ആരംഭിക്കുക. പിന്നെ വിൻ്റർ സമയങ്ങളിലും സമ്മർ സമയങ്ങളിലും ഇതിൻ്റെ
ടൈമിന് വ്യത്യാസം ഉണ്ടാവും. രാവിലെയും വൈകിട്ടുമായിട്ടാണ് ആരതി ഉണ്ടാവുക. എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ആരതി ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു ആരതി.